ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമല്ലേ? ടിപ്സ് ഓർ ഹാപ്പി ലൈഫിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പ്രത്യേകിച്ച് പുതിയ കൂട്ടുകാർക്ക്. അപ്പോൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ നിങ്ങൾ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, നോട്ടിഫിക്കേഷനായിട്ട് ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് മുടിക്ക് നല്ല കറുപ്പ് നിറം കിട്ടാൻ സഹായിക്കുന്ന ഒരു ഹെയർ ഓയിലാണ്. അപ്പോൾ ഓയിൽ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. വളരെ നാച്ചുറൽ ആയിട്ടുള്ള പ്രകൃതിദത്തമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് മാത്രമാണ് നമ്മളിതിൽ യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോ കണ്ടിട്ട് വരാം. നമ്മുടെ ഹെയർ ഓയിൽ ഉണ്ടാക്കാനായിട്ട് നമുക്ക് ആവശ്യമുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഇതിന്റെ പേരാണ് കയ്യോന്നി. കയ്യോന്നിയുടെ പൂക്കൾ എന്ന് പറയുന്ന വെള്ള പൂക്കളാണ്. നല്ല ഭംഗിയിൽ അടുക്കി വെച്ചിരിക്കുന്ന പോലത്തെ പൂക്കളാണ്. ഇത് മുടി വളർച്ചയ്ക്ക് വളരെ നല്ല ഒരു ഔഷധമാണ്. നമ്മൾ എണ്ണ കാച്ചിയൊക്കെ ഉപയോഗിക്കാനായിട്ട് വളരെ നല്ലതാണ്. ഇതിന്റെ എണ്ണയൊക്കെ മാർക്കറ്റിൽ നിന്ന് അവൈലബിൾ ആണ്. മിക്കവാറും എല്ലാ ഹെയർ ഓയിലുകളിലും ഈ കയ്യോന്നി ഉണ്ടാകും. അപ്പോൾ നമുക്ക് ഇത് കാശ് കൊടുത്ത് വാങ്ങുന്നതിന് പകരം നമ്മുടെ പറമ്പിലൊക്കെയുള്ള കയ്യോന്നി ശേഖരിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഓയിൽ ഉണ്ടാക്കി വെക്കാം. ഒത്തിരി നാളത്തേക്കുള്ള ഓയിൽ കിട്ടും. ഇത്രയും പ്ലാന്റ് ഉണ്ടെങ്കിൽ ഒരുപാട് നാളത്തേക്കുള്ള ഓയിൽ കിട്ടും. ഈ ഒരു പ്ലാന്റാണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ 1 ലിറ്റർ എണ്ണ എടുക്കാവുന്നതാണ്. ആ ഒരു രീതിയിൽ ചെയ്യാം. ഇപ്പോൾ ഒരാൾക്കൊക്കെ ആണെങ്കിൽ നമ്മൾ അത്രയും ചെയ്ത് ഒന്നിച്ച് വെക്കണമെന്നില്ല. കുറേശ്ശെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാമല്ലോ. വെച്ചിരുന്നാലും കുഴപ്പമൊന്നുമില്ല, വർഷങ്ങളിരിക്കും ഈ സാധനം. ഞങ്ങളുടെ ഇപ്പോൾ തീരാറായി. കാര്യം നമ്മൾ സ്ഥിരമായിട്ട് ഇപ്പോൾ കയ്യോന്നിയാണ് ഉപയോഗിക്കുന്നത്. ഞാനിവിടെ അങ്കമാലിലെ വീട്ടിലും ഒരു കുപ്പി കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. ചെറിയ കുപ്പി, ഒരുപാട് വലുതല്ല കേട്ടോ. അതുപോലെ എറണാകുളത്തും അത് തന്നെ യൂസ് ചെയ്യുന്നത്. അപ്പം എനിക്ക് തോന്നുന്നത് നന്നായിട്ട് മുടി വളർന്നിട്ടുണ്ടെന്നാണ്. ഇപ്പോൾ കയ്യോന്നി ഇലയുടെ ഒരു ഗുണം ഉണ്ട് മുടിക്ക്. നല്ല കറുത്തായിട്ട് മുടി വളരും. ഞങ്ങൾ പോകുമ്പോൾ ഈ കയ്യൊന്നിനെ കൊണ്ടുപോകും, പറിച്ചു കൊണ്ടുപോകും. അപ്പോൾ അതേ കയ്യോന്നി ഞങ്ങൾ പറിച്ചെടുത്തിട്ടുണ്ട്. ഇത് ഹെയർ പാക്കായിട്ട് ഉണ്ടാക്കാം. അത് ജസ്റ്റ് ഇത് നമ്മൾ തണ്ടോട് കൂടി തന്നെ അരച്ചെടുക്കുക. അരച്ചെടുത്തിട്ട് മുടിയിൽ അപ്ലൈ ചെയ്ത് 20 മിനിറ്റ് അല്ലെങ്കിൽ 30 മിനിറ്റ് വെയിറ്റ് ചെയ്യുക. അപ്പോൾ ജലദോഷം പനിയൊക്കെ പെട്ടെന്ന് വരുന്നവരാണെങ്കിൽ അത്രയും മിനിറ്റ് ഒന്നും അപ്ലൈ ചെയ്യാതിരിക്കുക. കുറച്ച് സമയം മാത്രം അപ്ലൈ ചെയ്ത് നമുക്ക് വാഷ് ചെയ്ത് കളയാം. അല്ലെങ്കിൽ അതുപോലെ തന്നെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഒന്നാണ് ഓയിൽ. അപ്പം ഞാനിത് ഓയിൽ ഉണ്ടാക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇത് കൊണ്ട് നമുക്കൊരു ഹെയർ പാക്ക് ഉണ്ടാക്കാം. ഫസ്റ്റ് വേണ്ടത് വെളിച്ചെണ്ണയാണ്. ഞാനിവിടെ എടുത്തിരിക്കുന്നത് വെളിച്ചെണ്ണ ഒരു 250 ml ആണ് എടുത്തിരിക്കുന്നത്. അതായത് 1/4 കിലോ അളവിലാണ് എടുത്തു വെച്ചിരിക്കുന്നത്. നമ്മളിവിടെ കുറച്ച് ഹെർബൽ പ്ലാന്റ്സ് ആണ് നമ്മുടെ ഈ ഒരു ഔഷധ എണ്ണ തയ്യാറാക്കാനായിട്ട് എടുത്തിരിക്കുന്നത്. ഇത് മുടി നല്ല കറുത്ത് വളരാൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ നന്നായിട്ട് ഉള്ളോടെ മുടി വളരാൻ കഷണ്ടി ഉള്ളവർക്ക് എല്ലാവർക്കും യൂസ് ചെയ്യാൻ പറ്റിയ വളരെ നല്ലൊരു ഓയിലാണ്. അപ്പോൾ ഇത് കയ്യോന്നിയാണ്. കയ്യോന്നി നമുക്കറിയാം വളരെ നല്ലൊരു ഔഷധമാണ്. മുടി വളരാനും അതുപോലെ തന്നെ കറുത്ത മുടി കിട്ടുവാനും ഒക്കെ നല്ലതാണ്. അപ്പോൾ ഈ ഒരു പ്ലാന്റ് നമ്മൾ എടുത്തിട്ടുണ്ട്. ഇത് ഞാനിവിടെ ഒരു 3-4 കഷ്ണം നിങ്ങളെ കാണിക്കാൻ എടുത്തിരിക്കുകയാണ്. കുറച്ചുകൂടി ഞാനവിടെ മിക്സിയിൽ അടിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ ഇവിടെ ഒരു 2 തണ്ട് കറിവേപ്പില എടുത്തിട്ടുണ്ട്. കറിവേപ്പില മുടിക്ക് നല്ല കറുത്ത നിറം നൽകാനായിട്ട് സഹായിക്കുന്നതാണ്. അതുപോലെ തന്നെ കറിവേപ്പിലയിൽ ധാരാളം ബീറ്റാ കരോട്ടിൻ ഉണ്ട്, അതുപോലെ പ്രോട്ടീനൊക്കെ ഉണ്ട്. ഇത് നമ്മുടെ മുടി കൊഴിച്ചിലിനെ തടയുകയും മുടിയുടെ വളർച്ചയെ പ്രൊമോട്ട് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. സ്കാൽപ്പിലെ ഡെഡ് ഹെയർ ഫോളിക്സിനെ റിമൂവ് ചെയ്യാനായിട്ട് കറിവേപ്പിലയുടെ ഗുണങ്ങൾക്ക് കഴിവുണ്ട്. അത് നമ്മുടെ താരനെയൊക്കെ പ്രതിരോധിക്കാനായിട്ട് കഴിയും. പിന്നെ നമ്മളിവിടെ കുറച്ച് മുയൽ ചെവിയൻ എടുത്തിട്ടുണ്ട്. മുയൽ ചെവിയനും മുടിക്ക് വളരെ നല്ലതാണ്. പ്രത്യേകിച്ച് ഡാർക്ക് കളർ കിട്ടുന്നതിന് ഒക്കെ ഉപകാരപ്രദമായിട്ടുള്ള ഒന്നാണ്. പിന്നെ ഈ പൂവാങ്കുറുന്നിൽ ഇവിടെ എടുത്തിരിക്കുന്നത് എന്തിനാണെന്ന് ചോദിച്ചാൽ അത് നമ്മുടെ ഇപ്പോൾ കുറേ പേർക്കൊക്കെ എണ്ണയൊന്നും തേച്ച് തല കുളിക്കാൻ പറ്റില്ലാത്തൊരവസ്ഥയുണ്ട്. പെട്ടെന്ന് പനി പിടിക്കുന്ന അവസ്ഥ, സൈനസൈറ്റിസ് ഉള്ളവർ. അപ്പോൾ അവർക്ക് എല്ലാവർക്കും വളരെ നല്ലതാണ്. സൈനസൈറ്റിസുകാർക്കൊക്കെ എണ്ണ തേച്ച് കുളിക്കുന്നതിനൊക്കെ ഉപയോഗിക്കുന്നവർക്ക് എണ്ണ പ്രിപ്പയർ ചെയ്യുമ്പോൾ ഉപയോഗിക്കുന്ന ഒന്നാണ് പൂവാങ്കുറുന്നിൽ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു ഹെഡേക്കൊക്കെ ഉണ്ടാകുന്നവർക്ക് എണ്ണ തേച്ചാൽ അങ്ങനെ പ്രശ്നം ഉണ്ടാകുന്നത് തടയാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് ആഡ് ചെയ്തിരിക്കുന്നത്. പിന്നെ നമ്മളിവിടെ കുറച്ച് മൈലാഞ്ചി പൊടി എടുത്തിട്ടുണ്ട്. ഫ്രഷ് മൈലാഞ്ചി ഇല ഉണ്ടെങ്കിൽ അതെടുക്കാം. നമുക്കിതെല്ലാം കൂടിയിട്ട് ഏകദേശം ഒരു പിടിയോളം, നല്ലൊരു പിടിയോളം എടുക്കുക. അതാണ് അതിൻ്റെ അളവ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് വേറൊരു രീതിയിൽ നോക്കാം. ഈ എണ്ണ എന്തോരം ഉണ്ട് അതിൻ്റെ ഹാഫായിട്ട് നമ്മളിത് അരച്ച് അതിൻ്റെ ജ്യൂസ് എടുക്കുക. ഇപ്പം നമ്മൾ മൈലാഞ്ചി പൊടി ആയതുകൊണ്ട് നമ്മൾ മൈലാഞ്ചി പൊടി 2 ടീസ്പൂൺ ലാസ്റ്റ് ഇടുവാണ് ഞാൻ ചെയ്യുന്നത്. എണ്ണ പ്രിപ്പയർ ചെയ്യുന്നതിൻ്റെ ഇതൊന്ന് റെഡിയായി കഴിയുന്ന ആ ഒരു പരുവത്തിനിടയാണ് ഞാനിവിടെ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഈ ഒരു ഓയിലിൽ നമ്മൾ മറ്റൊരു സീക്രട്ട് ഇൻഗ്രീഡിയൻറ്റ് കൂടി ചേർക്കുന്നുണ്ട്. അത് ഞാൻ വീഡിയോയുടെ ലാസ്റ്റ് പറയാം. അത് നമ്മൾ പൊടിച്ചൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതൊന്ന്
ഈ ലീവ്സ് എല്ലാം കൂടിയിട്ട് ഒന്ന് മിക്സിയിൽ അടിച്ച് എടുത്ത് അതിൻ്റെ ജ്യൂസ് എടുക്കുകയാണ് വേണ്ടത്. നിങ്ങൾക്ക് വേണമെങ്കിൽ അരിപ്പ് വെച്ച് അരിച്ചെടുക്കാം, അല്ലെങ്കിൽ കൈ പിടിച്ച് നമുക്ക് പിഴിഞ്ഞ് അതിൻ്റെ നീര് മാത്രമായിട്ട് എടുക്കുന്നതാണ് നല്ലത്. ഇത് അരഞ്ഞ് കിട്ടാനായിട്ട് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഒരു ലേശം വെള്ളം ചേർക്കാം, അല്ലാതെ കൂടുതൽ വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല. പൂവാൻ തുറന്നിൽ ഇപ്പോൾ ഇല്ലെന്ന് വെച്ചാലും നമ്മുടെ ഈ ഹെയർ ഓയിലിന് ഹെയർ ഗ്രോത്തിനും അതുപോലെ ഹെയർ ഡാർക്ക്നെസ്സിനും അതിന് വേണ്ടിയിട്ടുള്ള ഒരു മസ്റ്റായിട്ടുള്ള ഒരു ഇൻഗ്രീഡിയൻ്റ് അല്ല. അപ്പോൾ അതില്ലെങ്കിൽ നമുക്ക് ഒഴിവാക്കാം. നമ്മളിവിടെ ഔഷധ ഇലകളെല്ലാം കൂടി ചേർത്ത് നമ്മൾ മിക്സിയിൽ അരച്ചു വെച്ചിരിക്കുകയാണ്. അരക്കാൻ ചിലർക്കൊരു പക്ഷേ പാടുണ്ടാകും. നന്നായിട്ട് അരക്കി ഒരല്പം വെള്ളം കൂടി ചേർത്ത് അരച്ചെടുത്താൽ മതി. എന്നാൽ മാത്രമേ നമുക്കിതുപോലെ അരഞ്ഞു കിട്ടുള്ളൂ. എന്നിട്ട് നമ്മൾ ഒന്ന് അരിച്ചെടുക്കുക, ഒന്നെങ്കിൽ ഒരു തുണി ഉപയോഗിച്ച് പിഴിഞ്ഞെടുക്കാം. ഇതിന് നല്ല നമ്മുടെ കയ്യിലൊക്കെ ചിലപ്പോൾ കളറ് പറ്റും. കാര്യം ഇത് നല്ല ഹെയറിന് കറുപ്പ് നിറം നൽകുന്ന ഒരു സസ്യങ്ങളാണ് നമ്മൾ ഇതിൻ്റെ അകത്ത് ഉപയോഗിച്ചിരിക്കുന്നത്. മൈലാഞ്ചി ഇല കിട്ടുമെങ്കിൽ ഇല തന്നെ കുറച്ച് ചേർക്കുന്നതാണ് നല്ലത്. അതില്ലെങ്കിൽ മാത്രം നമുക്ക് നല്ല ബ്രാൻഡിൻ്റെ മൈലാഞ്ചി പൊടി നമുക്ക് ഉപയോഗിക്കാം. പലരും ഹെന്ന യൂസ് ചെയ്തിട്ട് മുടിക്ക് കളർ കിട്ടുന്നില്ല എന്ന് പറയാറുണ്ട്. അതിൻ്റെ ഒരു പ്രശ്നം നല്ല മൈലാഞ്ചിപ്പൊടി അല്ല ഉപയോഗിക്കുന്നത്, അതാണ് നമുക്ക് ആ ഒരു കളർ കിട്ടാത്തതിൻ്റെ കാരണം. നമ്മളിവിടെ ഒരു ഇരുമ്പ് ചീനച്ചട്ടി അടപ്പത്ത് വെച്ചിട്ടുണ്ട്. അതൊന്ന് നന്നായിട്ടൊന്ന് ചൂടായി വരാനായിട്ട് വെയിറ്റ് ചെയ്യണം. നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ കാച്ചാനായിട്ട് എപ്പോഴും എടുക്കാൻ നല്ലത് ഒരു ഇരുമ്പ് ചീനച്ചട്ടിയാണ്. അതില്ലെങ്കിൽ നമുക്ക് കട്ടിയുള്ള വേറെ ഏതെങ്കിലും പാത്രം വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം. പലരുടെയും മുടി കൊഴിയുന്നതിനുള്ളൊരു കാരണം നമ്മൾ ക്ലോറിൻ വാട്ടറിൽ കുളിക്കുന്നതാണ്. അങ്ങനെയുള്ളവർ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അതിനെക്കുറിച്ചൊരു വീഡിയോ ഞാൻ ഇതിനു മുമ്പ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ അത് കാണാത്തവർ കാണുക. ഞാൻ ഈ വീഡിയോയുടെ ലാസ്റ്റ് എൻ്റെ സ്ക്രീനിൽ അത് വെക്കാം. അപ്പോൾ അതുകൂടിയൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. അതും ചെയ്ത് പോരുകയാണെങ്കിൽ നമ്മുടെ മുടി കൊഴിച്ചിലിൻ്റെ പ്രശ്നങ്ങൾ ഒഴിവാക്കാനായിട്ട് സാധിക്കും. പല കാരണങ്ങൾ കൊണ്ടാണ് നമുക്ക് മുടി കൊഴിയുന്നത്. നമ്മൾ ആ കാരണം കണ്ടെത്തിയാൽ മാത്രമേ അതനുസരിച്ച് അതിനുള്ള പ്രതിവിധി ചെയ്താലേ മുടി കൊഴിച്ചിൽ സ്റ്റോപ്പ് ആവുള്ളൂ. നമ്മുടെ എണ്ണ ചൂടായി വരുമ്പോഴേക്കും നമുക്ക് ആ ഔഷധ ഇലകളുടെ ജ്യൂസ് നമുക്ക് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എണ്ണ കൂടുതലായിട്ട് തിളച്ച് പോയി കഴിഞ്ഞാൽ നമുക്കിത് ഈ ജ്യൂസ് ഇടുമ്പോൾ പൊട്ടിത്തെറിക്കാനായിട്ട് ചാൻസ് ഉണ്ട്. എനിക്ക് ചെറുതായിട്ടൊരല്പം ചൂടായി പോയായിരുന്നു. അപ്പോൾ നിങ്ങൾ ചെയ്യുമ്പോൾ അത് വളരെ ശ്രദ്ധിക്കുക. എണ്ണ ചൂടായി തുടങ്ങുമ്പോൾ തന്നെ നമുക്ക് ഇത് ഒഴിച്ചു കൊടുക്കാം. നമ്മൾ ഓയിൽ തയ്യാറാക്കാൻ വെച്ചിട്ട് വിറങ്ങും മാറിപ്പോകരുത്. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. മുടിനരയുള്ളവർ അതുപോലെ തന്നെ മുടി കൊഴിച്ചിലുള്ളവരൊക്കെ കെമിക്കൽ ഷാമ്പുവോ നമ്മൾ പുറത്തുനിന്ന് കടയിൽ നിന്ന് വാങ്ങിക്കുന്ന ഷാമ്പു ഒക്കെ ഒന്നും നോക്കാതെ ഉപയോഗിക്കുന്നതിന് പകരം താളിയോ താളിപ്പൊടിയോ അല്ലെങ്കിൽ ഹെർബൽ ഷാമ്പൂസോ അങ്ങനെ എന്തെങ്കിലും നമ്മൾ നോക്കി വാങ്ങിച്ച് വേണം ഉപയോഗിക്കാൻ. അത് ശ്രദ്ധിച്ചില്ലെങ്കിൽ നമ്മുടെ മുടി കൊഴിച്ചിലാണെങ്കിലും മുടി നരയാണെങ്കിലും കണ്ടിന്യൂ ചെയ്യാനായിട്ടാണ് സാധ്യത. അപ്പോൾ നമ്മൾ വേറെ എന്തൊക്കെ ഇങ്ങനത്തെ ഓയിലൊക്കെ ഉപയോഗിച്ചു അതിന് റിസൾട്ട് കിട്ടിയില്ല എന്ന് പറയുന്നതിനേക്കാളും നല്ലത് നമ്മൾ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. പിന്നെ തൈറോയിഡോ ഹോർമോൺ പ്രോബ്ലംസോ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അതിനുള്ള ട്രീറ്റ്മെൻറ്റ് എടുക്കുക. വൈറ്റമിൻസിൻ്റെ കുറവുണ്ടെങ്കിൽ അതിനുള്ള കാര്യങ്ങൾ കൂടി നമ്മുടെ ശരീരത്തിലേക്ക് എത്തണം. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ കൂടി നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. മുടി കൊഴിച്ചിലിനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണ്? നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം കേട്ടോ. നമ്മൾ ഇതിനു മുമ്പ് കുറേ വീഡിയോസ് ഈ ഒരു വിഷയമായിട്ട് ബന്ധപ്പെട്ടുള്ളത് നമ്മൾ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഈ ഓയിൽ റെഡിയായി വരുമ്പോൾ ഈ പതക്കലൊന്ന് കുറഞ്ഞ് നന്നായിട്ട് എണ്ണ വെറുതെ തിളയ്ക്കുന്ന പോലെയാകും. ഇപ്പോൾ ജലാംശമുണ്ട്, ആ ജലാംശം നന്നായിട്ട് പറ്റി വരണം. മുടി കൊഴിച്ചിലുള്ളവർ നമ്മൾ കൂടെ മുടി കഴുകുമ്പോൾ മുടിയുടെ വേരുകളൊക്കെ കൂടുതലും ഒന്ന് വീക്കാവുകയും മുടി പിന്നീട് കൊഴിയാനുള്ള സാധ്യത കൂടുകയാണ് ചെയ്യുന്നത്. അതെന്താണെന്ന് വെച്ചാൽ നമ്മൾ നനഞ്ഞ മുടി നമ്മൾ ചീകിയിട്ടായിരിക്കും പലപ്പോഴും ജോലിക്ക് പോകുന്നതും കോളേജിൽ പോകുന്നതും ഒക്കെ. അങ്ങനെ വരുമ്പോൾ പിന്നെയും മുടി ചെയ്യുമ്പോൾ നമ്മുടെ ചീപ്പിലേക്ക് പിന്നെയും കൂടുതലായിട്ട് പോകാൻ സാധ്യതയുണ്ട്. അല്ലെങ്കിൽ അത്രയും ശ്രദ്ധിച്ച് നമ്മൾ മുടി വളരെ ശ്രദ്ധിച്ച് പരിപാലിക്കുകയാണെങ്കിൽ മാത്രമേ കൂടെ കുളിക്കാവുള്ളൂ. അതായത് തലമുടി കഴുകാവുള്ളൂ. ഡെയിലി തലമുടി കഴുകാതെ ഒന്ന് ശ്രദ്ധിച്ച് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ മുടി കൊഴിച്ചിലൊന്ന് കുറയുന്നതായിട്ട് പലർക്കും അനുഭവപ്പെട്ടിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പം ഞാനിപ്പോൾ കൂടുതൽ അങ്ങനെ ചെയ്യുന്ന കാര്യം ഇവിടുത്തെയും വെള്ളം ക്ലോറിൻ വാട്ടറാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ക്ലോറിൻ വാട്ടർ കൂടെ ഇങ്ങനെ നമ്മൾ ഉപയോഗിക്കുന്നതിൽ നല്ലത് ഒന്ന് ശ്രദ്ധിച്ച് ഉപയോഗിക്കുന്നതാണ്. അല്ലെങ്കിൽ അതിനുള്ള പ്രതിവിധി ചെയ്തതിന് ശേഷം മാത്രം മുടി കഴുകാനായിട്ട് ശ്രദ്ധിക്കുക. പിന്നെ പൊതുവെ ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്, നമ്മൾ ഈ കാച്ചിയ എണ്ണ വീണ്ടും ചൂടാക്കിയിട്ട് വേണം പുരട്ടാനെന്ന്. അതിൻ്റെ ആവശ്യമില്ല. ഇത് ഓൾറെഡി നമ്മൾ ചൂടാക്കിയ അല്ലെങ്കിൽ തിളപ്പിച്ച എണ്ണയാണല്ലേ. അപ്പോൾ അതിന് വീണ്ടും ചൂടാക്കേണ്ട ആവശ്യമില്ല. ഒരു ഹോട്ട് ഓയിൽ മസാജിൻ്റെ ഒരു എഫക്റ്റ് കിട്ടണമെങ്കിൽ നമ്മൾ ഇളം ചൂടുള്ള വെള്ളം കൈവിരൽ മുക്കിയതിന് ശേഷം നമുക്ക് സ്കാൽപ്പിൽ ഒന്ന് മസാജ് ചെയ്ത് ഒരു 5 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഓയിൽ അപ്ലൈ ചെയ്താൽ മതി.
ഇനി നമുക്ക് 2 ടീസ്പൂൺ മൈലാഞ്ചിപ്പൊടിയാണ് ചേർത്ത് കൊടുക്കേണ്ടത്. അപ്പോൾ നമ്മുടെ ഓയിൽ റെഡി ആയിട്ടുണ്ട്. ഈ ഒരു പരുവത്തിനാകുമ്പോൾ നമുക്ക് തീ ഓഫ് ചെയ്യാം. തീ ഓഫ് ചെയ്തിട്ട് വേണം നമ്മുടെ സീക്രട്ട് ഇൻഗ്രീഡിയൻറ്റ് ഇട്ട് കൊടുക്കാനായിട്ട്. നമ്മളിവിടെ അഞ്ജനക്കല്ല് പൊടിച്ചു വെച്ചിട്ടുണ്ട്. അഞ്ജനക്കല്ലാണ് ഞാൻ പറഞ്ഞ സീക്രട്ട് ഇൻഗ്രീഡിയൻറ്റ്. അപ്പം അതുകൂടി ചേർത്ത് നമുക്ക് ഇളക്കി കൊടുക്കാം. ഇനി നമുക്ക് എണ്ണ തണുക്കാനായിട്ട് വയ്ക്കാം. അതിനുശേഷം നമുക്ക് കുപ്പിയിലേക്ക് ഒഴിക്കാവുന്നതാണ്. നമ്മൾ തയ്യാറാക്കിയ എണ്ണ ഇവിടെ നമ്മൾ കുപ്പിയിൽ ഒഴിച്ചു വെച്ചിട്ടുണ്ട്. ഇപ്പം നമ്മൾ നോക്കുമ്പോൾ ഒരു കറുത്ത കളറിലാണ് ഓയിൽ തോന്നുന്നതെങ്കിലും നമ്മൾ കയ്യിലെടുത്തു കഴിഞ്ഞാൽ പച്ച കളറാണ് ഈ ഒരു ഓയിലിൻ്റെ നിറം. ആഴ്ചയിൽ 3 പ്രാവശ്യം ഉപയോഗിക്കാം. ക്ലോറിൻ വാട്ടറൊക്കെ ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ കൂടുതൽ പ്രാവശ്യം മുടി കഴുകാതിരിക്കുന്നതാണ് മുടി കൊഴിയാതിരിക്കാനായിട്ട് നല്ലത്. അല്ലെങ്കിൽ അതിനുള്ള കാര്യങ്ങൾ ചെയ്യുക. അതിൻ്റെ വീഡിയോയുടെ ലിങ്ക് ഞാൻ എൻ്റെ സ്ക്രീനിൽ വയ്ക്കാം. ഇത് മുടിയിൽ അരമണിക്കൂർ വരെ അപ്ലൈ ചെയ്ത് വെച്ചിരിക്കുക. പെട്ടെന്ന് കോൾഡൊക്കെ വരുന്നവരാണെങ്കിൽ അരമണിക്കൂർ എന്നുള്ളത് ഒരു 10 മിനിറ്റോ ആയിട്ട് കുറയ്ക്കാനായിട്ട് ശ്രദ്ധിക്കുക. വാഷ് ചെയ്ത് കളയാനായിട്ട് നമ്മൾ വെള്ളിലം താളിയോ ചെമ്പരത്തി താളിയോ ഒക്കെ ഉപയോഗിക്കാം. അതിൻ്റെ വീഡിയോയുടെ ലിങ്കും ഞാൻ എൻ്റെ സ്ക്രീനിൽ വയ്ക്കാം. സിമ്പിളായിട്ട് നമുക്ക് വീട്ടിലുണ്ടാക്കാവുന്നതാണ്. ഈ ഒരു രീതിയിൽ നമ്മൾ ഹെയറിനെ പരിപാലിക്കുകയാണെങ്കിൽ തീർച്ചയായും മുടി നന്നായിട്ട് കറുത്ത് തന്നെ വളരും. മറ്റു പ്രശ്നങ്ങളൊക്കെ നമുക്ക് മാറിക്കിട്ടുകയും ചെയ്യും. അപ്പോൾ ഇതാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഓയിൽ ഉണ്ടാക്കി നോക്കുക. എന്നിട്ട് ഉപയോഗിച്ചിട്ട് എങ്ങനെയുണ്ടെന്ന് അഭിപ്രായം പറയുക. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ മാക്സിമം ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് അവരോടുകൂടി പറയുക. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.